മധുരയിലെ രാജാവായ കംസന് ഒരു പ്രവചനം കേട്ടിരുന്നു. ദേവകിയുടെ 8ാമത്തെ മകൻ അവനെ കൊല്ലും. കംസൻ അസുരിയായ പുതനയെ ഗോകുലത്തിലേക്ക് അയച്ചു. അന്നേ സമയം ഗോകുലം സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ പുതന ഗോകുലത്തിൽ പ്രവേശിച്ചു. അവിടെ കുഞ്ഞു കൃഷ്ണൻ താലോലിക്കപ്പെടുകയായിരുന്നു. കുഞ്ഞു കൃഷ്ണനെ നശിപ്പിക്കാനായി പുതന അവനെ കയ്യിലെടുത്തു. പുതന വിഷം കലർന്ന മുലപ്പാൽ കൊടുത്ത് കുഞ്ഞു കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ കൃഷ്ണൻ അവളുടെ പാൽ മാത്രമല്ല, അവളുടെ ജീവനും കുടിച്ചു. കൃഷ്ണന്റെ കൃപ കൊണ്ട് പുതനയ്ക്ക് മോക്ഷം ലഭിച്ചു. ഗോകുലത്തിലെ എല്ലാവരും ഈ അത്ഭുതം കണ്ടു വിസ്മയിച്ചു. കൃഷ്ണന്റെ ബാലലീലകളിൽ ഏറ്റവും അത്ഭുതകരമായ ഒന്നായിരുന്നു പുതനാമോക്ഷം. എന്റെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിജിഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ലീലകൾ വന്നാൽ അറിയാൻ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ.